സംസ്ഥാനത്തിന് സാമ്പത്തിക പ്രതിസന്ധിയിൽ പ്രതിപക്ഷം ഉന്നയിച്ച അടിയന്തര പ്രമേയത്തിൽ പ്രത്യേക ചർച്ച നടക്കുകയാണ് നിയമസഭയിൽ. തത്സമയ സംപ്രേഷണത്തിലേക്ക് ആക്ഷേപിക്കാതിരിക്കാനുള്ള വകതിരിവെങ്കിലും നിങ്ങൾ ദയവായി കാണിക്കണം സാർ. കേരളത്തിന്റെ ഒരു പൊതു സംസ്കാരം നിങ്ങളിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളം കുടിശ്ശിക പിരിക്കുന്നില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു ആഖ്യാനമാണ്. കേരളം രൂപീകൃതമായതു മുതൽ പല ഇനങ്ങളിലുള്ള സഞ്ചിതമായ കുടിശ്ശിക ഇപ്പോൾ പിരിച്ച് കേരളത്തിന്റെ ധന അസംതുലിതാവസ്ഥ പരിഹരിക്കാമെന്നതാണ് ഈ കൂട്ടരുടെ വാദം. സാർ ഇനിയും ധാരാളം പറയാനുണ്ട് സാർ. സമയമായി കേരളത്തോട് ശത്രുതാപരമായി വിയോജനം കാട്ടുന്ന കേന്ദ്ര സർക്കാരിനെ രക്ഷിക്കുന്നതിനുള്ള ഉപായം മാത്രമാണ് സർ ഇവർ നടത്തുന്നത്. കേന്ദ്രത്തിലെ നിലപാടിനെതിരെ നടക്കുന്നതായിട്ടുള്ള പോരാട്ടത്തിൽ സമരത്തിൽ അണിചേരുക എന്നുള്ളതാണ് പ്രതിപക്ഷം ചെയ്യേണ്ടതെന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ സർ. ഡോക്ടർ മാത്യു കുഴൽനാടൻ രണ്ട് സമീപനം സ്വീകരിച്ചിട്ടില്ല. 30 സെക്കൻഡ്സ് നേരത്തെ ബഹളം ഉണ്ടാക്കി പോയി, അതുകൊണ്ട് കൊടുത്തത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഡോക്ടർ മാത്യു കുഴൽനാടൻ. സർ, ഇവിടെ ഗവൺമെന്റും ധനമന്ത്രിയും കഴിഞ്ഞ കുറച്ച് നാളുകളായി നിരന്തരം, പ്രത്യേകിച്ച് നിങ്ങൾ നവകേരള സദസ്സ് നടത്തിയപ്പോൾ കേരളം മുഴുവൻ നടന്ന് കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾ പറഞ്ഞത് കേന്ദ്രത്തിൽ നിന്നും 57,000 കോടി രൂപ ലഭിക്കാണ്ടെന്നാണ് അല്ലെ? ധനമന്ത്രി ഇന്നും പറയുന്ന സ്റ്റേറ്റ്മെന്റ് അതാണ്, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 57,000 കോടി കിട്ടാണ്ടെന്നാണല്ലോ നിങ്ങളുമൊക്കെ വിശ്വസിച്ചിരിക്കുന്നത്. ധനമന്ത്രി ഇനി അതിലും കൂടുതലുണ്ടോന്ന് അറിയാൻ പാടില്ല. ഓക്കെ, ഐ ലീവ് ഇറ്റ് ടു യു. ധനമന്ത്രി 12/7/2023 കേന്ദ്ര ധനമന്ത്രിക്ക് അയച്ച കത്താണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പരിശോധിക്കാം. സ്വാഭാവികമായിട്ടും നമ്മുടെ സംസ്ഥാനത്തിന് 57,000 കോടി രൂപ കേന്ദ്രം തരാനുണ്ട് എന്ന് കേരളത്തിലെ ജനങ്ങളോട് മുഴുവൻ നടന്ന് പ്രസംഗിച്ച മുഖ്യമന്ത്രിയും മന്ത്രിമാരും മാറി മാറി സ്റ്റേജിൽ വന്ന് പറഞ്ഞാണ്. നിങ്ങളറിയണം, ധനമന്ത്രി ചോദിച്ചത് എത്രയെന്നറിയോ? ധനമന്ത്രി കിട്ടാണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഷോർട്ടേജ് ഓഫ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് 8,400 കോടി രൂപയുടെ കണക്ക് പറഞ്ഞു. ലോസ് ഓഫ് GST കോമ്പൻസേഷൻ 12,000 കോടി രൂപയുടെ കണക്ക് പറഞ്ഞു. റിസ്ട്രിക്ഷൻ ഓൺ ബോറോയിങ് ലിമിറ്റ്, കടമെടുക്കാനുള്ള പരിധി കുറച്ചതനുസരിച്ച് 8,000 കോടി രൂപയുടെ കണക്ക് പറഞ്ഞു. അതായത് 28,400 കോടി രൂപ. അതിനുശേഷമാണ് അങ്ങേക്ക് യഥാർത്ഥത്തിൽ ലഭിക്കാനുള്ള UGCയുടെ അക്കൗണ്ടിൽ കിട്ടാനുള്ള 500 ചില്ലാനും കോടി രൂപ, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് വകയായി കിട്ടാനുള്ള മറ്റൊരു 500 ചില്ലാനും കോടി രൂപ, മറ്റ് 54, 34, 6 കൂടി എല്ലാം കൂടി അങ്ങ് പറഞ്ഞത് 3,469 കോടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട്. അങ്ങനെ മൊത്തം 31,869 രൂപ തരാൻ കനിവുണ്ടാകണമെന്നാണ് അങ്ങ് അയച്ച ഈ കത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് അങ്ങ് ആദ്യം പറഞ്ഞ് 31,000 കോടിയിൽ 28,400 കോടി എന്ന് പറയുന്നത് നമ്മൾ നല്ല സാധാരണ നമ്മൾ ലഘുവായ ഇംഗ്ലീഷിൽ പറയാൻ പറയും വിഷ് ലിസ്റ്റ് എന്ന് പറയും. നമ്മൾ ആഗ്രഹിക്കുന്ന പൈസ, നമ്മൾ യാചിക്കുന്ന പൈസ, നമ്മൾ കരുണയായി ചോദിക്കുന്ന പൈസ. അത് ഞാൻ പറയാൻ കാരണം ഷോർട്ടേജ് ഓഫ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എന്നങ്ങ് പറയുന്നു. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് സർക്കാർ 5 വർഷം മുമ്പ് നമുക്ക് പ്രഖ്യാപിച്ചാണ്. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. അതായത് 53,137 കോടി രൂപ 5 വർഷം കൊണ്ട് തരൂന്ന് പറഞ്ഞു. ഇല്ലാന്ന് പറയാൻ പറ്റൂ? 5 വർഷം മുമ്പ് പറഞ്ഞ അന്ന് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഇത് പോരാന്ന് അങ്ങ് പറഞ്ഞോ? ഇല്ല. എന്നിട്ട് 2022-23 അങ്ങയുടെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് പരിശോധിക്കണം. അങ്ങ് പറഞ്ഞു റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഏകദേശം 8,000 കോടി കിട്ടുമെന്ന് പറഞ്ഞെടുത്ത് അങ്ങേക്ക് 13,174 കോടി കിട്ടി. അതായത് പ്രതീക്ഷിച്ചിരുന്നതിനേക്കാളും കൂടുതൽ പണം കിട്ടിയപ്പോ അങ്ങ് ഇവിടെ ആരോടും മിണ്ടിയിൽ, ആരോടും പറഞ്ഞില്ലല്ലോ. കേന്ദ്ര സർക്കാരിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ പൈസ കിട്ടിയെന്ന് പറയാൻ പോയില്ലോ. പക്ഷെ ഇപ്പോ കിട്ടാനുള്ള ഞാൻ അങ്ങോട്ട് തരാനുള്ള പൈസ 53,000 കോടി രൂപ, അതിന് തരാനുള്ള കഴിഞ്ഞ് ബാക്കിയുള്ള പൈസയാണ് ഇനി 4,749 കോടി തരാണ്ടെന്ന് പറയുമ്പോ എനിക്ക് കഴിഞ്ഞ തവണ തന്നതിനേക്കാളും 8,400 കുറഞ്ഞുപോയി. അത്രയും കൂടെ തരാൻ 53 കൂടുതൽ കിട്ടില്ലല്ലോ. അത് നമുക്കറിയാലോ. പിന്നെ ലോസ് ഓഫ് GST കോമ്പൻസേഷൻ 12,000 കോടി എന്ന് അങ്ങ് പറഞ്ഞു. 12,000 കോടി ഇത് 5 വർഷം മുമ്പ് GST കൌൺസിലിന് ഈ കോമ്പൻസേഷൻ അംഗീകരിച്ചത് ഇതേ സർക്കാരല്ലേ? ഇതേ മുഖ്യമന്ത്രിയും ആ ഫിനാൻസ് മിനിസ്റ്ററുടെ സ്ഥാനത്തിലെ ആൾ മാറ്റുള്ളൂ. തോമസ് ഐസക് അംഗീകരിച്ചതല്ലേ 5 വർഷത്തെ GST കോമ്പൻസേഷൻ മതിയെന്ന്. 4ാമത്തെ വർഷമാകുമ്പോ GSTയിൽ നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ പണം കിട്ടുമെന്ന് ഇതേ നിയമസഭയിൽ നിന്ന് നിങ്ങളുടെ സർക്കാർ, നിങ്ങളുടെ മുൻ ധനകാര്യമന്ത്രി ഇവിടെ പറഞ്ഞല്ലേ? എന്നിട്ടിപ്പോ കിട്ടാത്തതിന് കേന്ദ്രത്തോട് നിങ്ങൾ 12,000 കോടി രൂപയുടെ കുറവ് വരുന്നു എന്ന് പറഞ്ഞു. യു ഫെയിൽഡ് ഇൻ കളക്ടിംഗ് ദ ടാക്സസ്. ടാക്സ് പിരിക്കാൻ നിങ്ങൾ പരാജയപ്പെട്ടാണ്. 4 വർഷം കഴിയുമ്പോൾ മുഴുവൻ ടാക്സ് ഉണ്ടാവും പറഞ്ഞു. പിന്നെ റിസ്ട്രിക്ഷൻ ഓൺ ബോറോയിങ് ലിമിറ്റ്, കടം വാങ്ങുന്നതിന്റെ പരിധി കുറച്ചു എന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം നിങ്ങൾ സത്യസന്ധമായിട്ട് ഈ നിയമസഭയിൽ പറയണം. ഇന്ത്യ രാജ്യത്ത്
ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഈ ഡെപ്റ്റ് റേഷ്യോ ഉള്ള ഏത് സംസ്ഥാനമാണ്? ഇന്ത്യ രാജ്യത്ത് GSDPക്ക് എഗനിസ്റ്റ് ഏറ്റവും കൂടുതൽ ഡെപ്റ്റ് റേഷ്യോ ഉള്ള ഏത് സംസ്ഥാനത്തിനാണ്? അങ്ങ് പറയണം. അത് പഞ്ചാബിനാണ്. പഞ്ചാബ് കഴിഞ്ഞാൽ 2ാം സ്ഥാനം കേരളത്തിനാണ്. നിങ്ങൾ ഇപ്പോ എത്തി നിൽക്കുന്നത് GSTക്ക് അഗനിസ്റ്റ് ഡെപ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് 39.1 ആണ്. 39.1. അതായത് ഞാൻ അഭിമാനത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, UDF സർക്കാർ ഇരുന്ന സമയത്ത് 2012 26 ആയിരുന്നു, 26.7 2017 27 ആയിരുന്നു, 28 ആയിരുന്നു. അങ്ങ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഈ സർക്കാരിന്റെ ഡെപ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് 30% താഴെയായിരുന്നു. അങ്ങ് 7 വർഷം ഭരിച്ചു കഴിയുമ്പോ ഇന്ന് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ഡെപ്റ്റ് റേഷ്യോ, ഏറ്റവും വലിയ കടബാധ്യത സംസ്ഥാനമായി വൺ ഓഫ് ദ സ്റ്റേറ്റായി കേരളം നിൽക്കുകയാണ്. 39.1. എന്നിട്ട് പറയാണ് ഇനിയും കടമെടുക്കാനുള്ള അനുമതി തരണമെന്ന്. ഇനി ബോറോയിങ് ലിമിറ്റിൽ എവിടെയാണ് സാർ കുറവ് വരുത്തിയത്? 3% എന്ന് പറയുന്നത് ഈ രാജ്യത്തെ FRBM ആക്ട് പ്രകാരം ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും അംഗീകരിച്ച കാര്യം. അതിന്റെ കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ആക്ട് ഈ നിയമസഭ പാസാക്കിയത്. ഈ നിയമസഭ പാസാക്കിയതനുസരിച്ച് നമ്മുടെ വരുമാനത്തിന്റെ 3% നമ്മൾ കടബാധ്യത നിർത്തണ്ടേ? എന്നിട്ട് അത് റിലാക്സ് എന്ന് പറയുന്നു. പിന്നെ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് അങ്ങേക്ക് നടത്താമായിരുന്നു. എങ്ങനെയാണ് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് നടത്തിയെങ്കിൽ നമ്മുടെ മേത്ത് തട്ടില്ലായിരുന്നു. നിങ്ങൾ കിഫ്ബി രൂപീകരിച്ചില്ലേ? കിഫ്ബിക്ക് AAA റേറ്റിംഗ് ഉണ്ടായിരുന്നുവെങ്കിൽ സർക്കാർ ഗ്യാരണ്ടി കൊടുക്കാതെ ജനം പണം ഇൻവെസ്റ്റ് ചെയ്യായിരുന്നു. അതിനാണ് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന് പറയുന്നത്. അതിന് ഈ സർക്കാരിലെ ആളുകൾക്ക് വിശ്വാസ്യത ഉണ്ടാകണം. ഈ സർക്കാരിന്റെ ഫിനാൻഷ്യൽ കൺസോളിഡേഷൻ മാനേജ്മെന്റിലും പൈസ ഇട്ടാൽ കിട്ടുമെന്ന ബോധ്യം വേണം. ഇത് സാധാരണ ഏത് സർക്കാരും കടം വാങ്ങുന്ന പോലെയാണ് കിഫ്ബിയും കടം വാങ്ങിയത്. കാരണം എന്താ? ഈ സർക്കാരിന്റെ ഗ്യാരണ്ടിയിലല്ലേ പൈസ കിട്ടിയത്. ഈ സർക്കാർ ഗ്യാരണ്ടി കൊടുക്കാതെ 1 രൂപ വാങ്ങാൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞിട്ടുണ്ടോ? ഇതെല്ലാം സർക്കാരിന്റെയും ജനങ്ങളുടെയും ബാധ്യതയായി വന്നില്ലേ? ദയവീത് ഞാനൊന്ന് അവസാനിപ്പിക്കാൻ നിങ്ങൾ അനുവദിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഞാൻ അങ്ങയുടെ ഡെപ്റ്റിന്റെ റേഷ്യോ പറഞ്ഞല്ലോ. നമ്മുടെ ചുറ്റുമുള്ള സംസ്ഥാനങ്ങളുടെ റേഷ്യോ അങ്ങനെ അറിയുന്നത് നല്ലതാണ്. നമ്മളെക്കാളും താഴെ നിൽക്കുന്ന, നമ്മളെക്കാളും താഴെ നമ്മൾ സ്വയം അഹങ്കരിച്ച് പറയുന്ന, അതായത് ആന്ധ്രാപ്രദേശിന്റെ 32.8 ആണ്, തമിഴ്നാടിന്റെ 27.7 ആണ്, കർണാടകയുടെ 27.5 ആണ്, തെലങ്കാനയുടെ 25.3 ആണ്. അവരവിടെ നിൽക്കുമ്പോഴാണ് സാർ നമ്മൾ 39.1 നിന്നിട്ട് ഇനിയും കടമെടുക്കാൻ ഞങ്ങൾക്ക് അനുമതി തരണമെന്ന് പറയുന്നത്. എന്നിട്ട് കേന്ദ്ര സർക്കാരിന് നിങ്ങൾ നാക്കിനാൽ കുറ്റം പറയാൻ പറയില്ല. പക്ഷേ ഈ സർക്കാർ പിരിച്ചെടുക്കാനുള്ള പൈസ എത്രയുണ്ടെന്ന് അങ്ങ് ഈ സർക്കാരിനോട് ഇവിടുത്തെ ഈ നിയമസഭയോടോ ജനങ്ങളോടോ ഒന്ന് പറയാൻ തയ്യാറാവണ്ടേ? ഇനി കേന്ദ്ര സർക്കാരിന്റെ പോട്ടെ, ഈ സർക്കാർ പിരിച്ചെടുക്കാനുള്ള പൈസ 28,250 കോടി രൂപയുണ്ട്. അത് നിങ്ങളുടെ പാർലമെന്ററി പാർട്ടി തീരുമാനിക്കണം. ഐ ആം ഹെൽപ്ലെസ്. സോറി, യു ക്യാൻ കൺക്ലൂഡ്. യെസ്, യു ക്യാൻ സ്റ്റാർട്ട്. ശ്രീ മാത്യു കുഴൽനാടൻ. ശ്രീ E.T. ടൈസൺ മാസ്റ്റർ 10 മിനിറ്റ്. മൂവാറ്റുപുഴ അംഗം വക്കീല് പറയുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് ഇവിടെ എല്ലാവർക്കും ബോധ്യപ്പെടുമെന്നാണ് എനിക്ക് ആദ്യം സൂചിപ്പിക്കാൻ. ഇവിടെ ഇല്ലാത്ത ചില കക്ഷികളുടെ നല്ല പിന്തുണയും പ്രോത്സാഹനവുമാണ് ഈ സഭയിൽ അദ്ദേഹം കാണിക്കുന്നത്. ആ വക്കാലത്ത് വേണ്ടായിരുന്നു എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ഈ കൊച്ചു കേരളത്തിന് കിട്ടിയത് കൂടുതലായി എന്ന് ആരെങ്കിലും വാദിക്കുമ്പോൾ അറിഞ്ഞൂടാ. ആ വാദമാണ് ഇപ്പൊ കേൾക്കുന്നത്. കിട്ടിയത് കൂടിപ്പോയി, അതുകൊണ്ട് ഇത് കുറയ്ക്കണം എന്നാണ്. അത് തന്നെയല്ല, പ്രസംഗമൊക്കെ കേൾക്കുമ്പോ ഈ സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള കാരണമൊക്കെ പറയുമ്പോ കുറച്ചുകൂടി ഗൗരവപ്പെട്ട കാരണമൊക്കെ പറയണം. ഈ കന്നുകാലി തൊഴുത്തും കുളവും ലിഫ്റ്റും നവകേരള സദസ്സിന്റെ ബസ്സും ഒക്കെ പറയുന്ന ഒരു റേഞ്ച് ഉണ്ടല്ലോ, ആ റേഞ്ചൊക്കെ ഒന്ന് കൂട്ടണം. അതല്ലാതെ ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുകൂടി അറിയിക്കുകയാണ്. നമുക്കറിയാം, എങ്ങും കാണാത്ത രീതിയിലാണ് കേന്ദ്രം കേരളത്തിന്റെ അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ, അതുപോലെ കേന്ദ്ര ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുന്നത്. അതുമാത്രമല്ല, ഇവിടെയുള്ള ഗവർണർ ഉൾപ്പെടെ ED ഉൾപ്പെടെ മറ്റ് സംവിധാനങ്ങൾ ഉൾപ്പെടെ ഒക്കെ നമ്മളെ നന്നായി വരിഞ്ഞു മുറുകുകയാണ്. അങ്ങനെ മുറുകുന്ന സന്ദർഭത്തിൽ ഒപ്പമുണ്ടാകേണ്ട ആളുകൾ, നമ്മൾ ഒരുമിച്ചെന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും ധാർമ്മികമായിട്ടുള്ള പിന്തുണ പ്രതീക്ഷിക്കുന്ന കേരള ജനത മൊത്തം പ്രതീക്ഷിക്കുന്ന ഒരു സൈഡിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്താണ് ഇപ്പോൾ അവര് അപ്പുറത്തേക്ക് തലതിരിഞ്ഞിരിക്കുന്ന, പുറംതിരിഞ്ഞിരിക്കുന്ന ഒരു സമീപനം എടുക്കുന്നത്. സർ, മരം കാണാതെ
കാട് പോലെയാണ് ഇപ്പോ പ്രതിപക്ഷം ഉയർത്തുന്നത്. ഒരു ചെറിയ ബലൂൺ ഇങ്ങനെ വീർപ്പിക്കുമല്ലോ, വീർപ്പിക്കുമ്പോൾ അവസാനം എന്താവും നമുക്കറിയാം. അതുപോലെ തന്നെ യഥാർത്ഥത്തിലുള്ള സ്ഥിതിയും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിൽ പ്രത്യേക ചർച്ച നടക്കുകയാണ് ഇപ്പോൾ നിയമസഭയിൽ. അതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. മറ്റു വാർത്തകളിലേക്ക്.